ഹലോ ഫ്രണ്ട്സ്, വിഴിഞ്ഞം ഇന്റർനാഷണൽ പോർട്ട് ട്രിവാൻഡ്രത്തെ ലക്ഷ്യമാക്കി 2 ഷിപ്പുകളാണ് വന്നുകൊണ്ടിരിക്കുന്നു എന്ന് പറയുമ്പോൾ 2 ഷിപ്പുകൾ വിഴിഞ്ഞം ഇന്റർനാഷണൽ പോർട്ട് ട്രിവാൻഡ്രത്ത് നോക്കി മത്സരയോട്ടം നടത്തുകയാണ്. ആരാണ് ആദ്യം പോർട്ടിൽ ബർത്ത് ചെയ്യുക എന്നറിയില്ല. നമുക്ക് ഈ 2 ഷിപ്പുകളുടെയും ഡീറ്റെയിലേക്ക് പോകാം. ആദ്യമായി നമുക്ക് നോക്കേണ്ടത് MSC Swapper 7ന്റെ കറണ്ട് സ്റ്റാറ്റസ് ആണ് നമുക്ക് നോക്കേണ്ടത്. MSC Swapper 7 ഇപ്പോൾ എവിടെ എത്തി? നമ്മുടെ മുന്നിൽ ഷിപ്പ് ഉണ്ടെങ്കിലും കറക്റ്റായിട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ മാംഗ്ലൂരു പിന്നിട്ട് വിഴിഞ്ഞം ഇന്റർനാഷണൽ പോർട്ട് ട്രിവാൻഡ്രത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന MSC Swapper 7നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇനി കപ്പലിൻ്റെ കൂടുതൽ ഡീറ്റെയിലേക്ക് പോയി കഴിഞ്ഞാൽ സ്പീഡ് 10.7 നോട്ടിക്കൽ മൈൽ സ്പീഡ് തന്നെയാണ്. ഡെസ്റ്റിനേഷൻ വിഴിഞ്ഞം. എക്സ്പെക്റ്റിംഗ് ടൈം ഫോർ അറൈവൽ ETA 9/9/2024 1 AM ഷിപ്പിൻ്റെ കറണ്ട് ഡ്രാഫ്റ്റ് 8.2 മീറ്ററും അത് ഞാൻ ഇൻഫോൺ റിസീവ് ചെയ്യുന്നത് 8/9/2024 10:45 AM. അപ്പോൾ നാളെയോടുകൂടെ ഈ ഷിപ്പ് വിഴിഞ്ഞം പോർട്ടിൽ ബർത്തിലാകും എന്ന് തന്നെയാണ് നമുക്ക് ഈ ഇൻഫർമേഷൻ ഒന്ന് മനസ്സിലാകുന്നത്. അങ്ങനെയാണെങ്കിൽ ഷിപ്പിൻ്റെ കൂടുതൽ ഡീറ്റെയിലേക്ക് പോയി കഴിഞ്ഞാൽ IMO നമ്പർ 9222285, ഫ്ലാഗ് ലൈബീരിയ. ഷിപ്പ് നിർമ്മിച്ചത് 1/1/2001 ഷിപ്പിൻ്റെ ഓവറോൾ ലെന്ത് 300 മീറ്റർ. അതായത് നമ്മുടെ വിഴിഞ്ഞം പോർട്ടിൽ ആദ്യമായി വന്ന ഷിപ്പ് സാൻ വെർണാണ്ടോ 299.9 മീറ്റർ. ആ ഷിപ്പിൻ്റെ അതേ വലിപ്പമുള്ള ഒരു ഷിപ്പ് തന്നെയാണ് MSC Swapper 7. ബർത്ത് ആവട്ടെ 40.3, മാക്സിമം ഡെപ്ത് 24.1, മാക്സിമം ഡ്രാഫ്റ്റ് ആവട്ടെ 14 മീറ്ററും, മാക്സിമം സ്പീഡ് 26.1 നോട്ടിക്കൽ മൈൽ സ്പീഡ്, മാക്സിമം കണ്ടെയ്നർ കപ്പാസിറ്റി 6572 TUVയും അതിൽ റീഫർ കണ്ടെയ്നർ ആവട്ടെ 500 TUVയും. ഇതാണ് MSC Swapper 7ൻ്റെ കറണ്ട് സ്റ്റാറ്റസും ഡീറ്റെയിലും. ഇനി നമുക്ക് അടുത്ത ഷിപ്പിലേക്ക് പോകാം. അടുത്ത ഷിപ്പ് MSC Kaili. MSC Kailiയുടെ കറണ്ട് സ്റ്റാറ്റസ് ആണ് നമ്മൾ നോക്കേണ്ടത്. നമ്മൾ ഇന്നലെ തന്നെ MSC Kailiയുടെ അപ്ഡേഷൻ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നമുക്ക് ഷിപ്പ് എവിടെയെന്ന് നോക്കാം. ഇപ്പോൾ നിലവിൽ ഈ പറയുന്ന ശ്രീലങ്കയിലെ ഹമ്പൻടോട്ട തുറമുഖത്തിൻ്റെ അടുത്ത് നമ്മുടെ MSC Kaili എത്തിയിരിക്കുന്നു. ഇന്നലെ നമുക്ക് ബേ ഓഫ് ബംഗാൾ, അതായത് നമ്മൾ ഈ കാണുന്ന മലാക്ക കടലിടുക്ക് കഴിഞ്ഞ് ആൻഡമാൻ സീ കഴിഞ്ഞ് ബേ ഓഫ് ബംഗാളിൽ പ്രവേശിച്ച നമ്മുടെ MSC Kaili ഇപ്പോൾ കൊളംബോയിലെ ഹമ്പൻടോട്ട തുറമുഖത്തിൻ്റെ പേരിലായിട്ട് എത്തിയതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഷിപ്പിൻ്റെ കറണ്ട് സ്റ്റാറ്റസ് സ്പീഡ് 16.4 നോട്ടിക്കൽ മൈൽ സ്പീഡ് തന്നെയാണ്. വളരെ വലിയ സ്പീഡിലാണ് MSC Kaili വിഴിഞ്ഞം പോർട്ടിലേക്ക് വരുന്നത്. ഡെസ്റ്റിനേഷൻ സിംഗപ്പൂർ ടു വിഴിഞ്ഞം. ഞാൻ ഇന്നലെ തന്നെ പറയുണ്ടായിരുന്നു, നമ്മുടെ കോഡ് ഉൾപ്പെടെയാണ് നമുക്ക് ഡെസ്റ്റിനേഷനിൽ കാണാൻ പറ്റുന്നത്. INNYY, അതായത് ഇന്ത്യയുടെ ഐയും നെയ്യാറ്റിങ്കരുടെ NYYയും ചേർത്തിട്ടാണ് ഷിപ്പ് നമുക്ക് ഡീറ്റെയിൽ അറിയാൻ സാധിക്കുന്നത്. എക്സ്പെക്റ്റിംഗ് ടൈം ഫോർ അറൈവൽ 9/9/2024 4 PM ആണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത്. ഷിപ്പിൻ്റെ കറണ്ട് ഡ്രാഫ്റ്റ് 16.5 മീറ്ററും ഞാനത് ഇൻഫോം ചെയ്യുന്നത് 8/9/2024 11:22 AM ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ഷിപ്പിൻ്റെ ഡീറ്റെയിലേക്ക് പോയി കഴിഞ്ഞാൽ IMO നമ്പർ 99272999, ഫ്ലാഗ് ലൈബീരിയാണ്. ഇനി ഷിപ്പ് ബിൽഡ് ചെയ്ത് 27/4/2023 അപ്പോൾ ഏറ്റവും പുതിയ ഷിപ്പ് തന്നെയാണ് MSC Kaili. ഓവറോൾ ലെന്ത് വന്നിട്ട് 366 മീറ്റർ. അതായത് ഇപ്പോൾ നമ്മൾ ഷിപ്പിലെ പോർട്ടിലേക്ക് വന്ന ആ ഷിപ്പ് ഏറ്റവും വലിയ ഷിപ്പായ MSC Orion അത്ര തന്നെ ലെന്തുള്ള ഷിപ്പ് തന്നെയാണ്. 366 മീറ്റർ ലെന്തും 51 മീറ്റർ ബെർത്തും, മാക്സിമം ഡെപ്ത് 29.9 മീറ്ററും, മാക്സിമം ഡ്രാഫ്റ്റ് ആവട്ടെ 16 മീറ്ററും, മാക്സിമം സ്പീഡ് 21 നോട്ടിക്കൽ മൈൽ സ്പീഡും, മാക്സിമം കണ്ടെയ്നർ കപ്പാസിറ്റി 15,264 TUV. അതായത് ഇതുവരെ വിഴിഞ്ഞം പോർട്ടിൽ വന്നതിൽ വെച്ച് ഏറ്റവും വലിയ കപ്പലാണ് MSC Kaili. അതായത് വലിയൊരു മദർഷിപ്പ് തന്നെയാണ് വിഴിഞ്ഞം പോർട്ടിനെ ലക്ഷ്യമാക്കി 16.5 നോട്ടിക്കൽ മൈൽ സ്പീഡിൽ വിഴിഞ്ഞം പോർട്ട് ലക്ഷ്യമാക്കി വന്നുകൊണ്ടിരിക്കുന്നത്. കണ്ടെയ്നർ കപ്പാസിറ്റി 15,264 നമ്മൾ MSC Orion ആവട്ടെ 15,000 TUV, MSC Dial ആവട്ടെ 14,000 TUV. ഇപ്പോൾ MSC Orion അപേക്ഷിച്ച് 264 TUV കണ്ടെയ്നർ കപ്പാസിറ്റി കൂടിയ ഷിപ്പാണ് MSC Kaili. വിഴിഞ്ഞം പോർട്ടിലേക്ക് ലക്ഷ്യമാക്കി വന്നുകൊണ്ടിരിക്കുന്നത് ഇതുവരെ വന്നതിൽ വെച്ച് ഏറ്റവും വലിയ ഷിപ്പ് തന്നെയാണ് MSC Kaili. അപ്പോൾ എനിക്ക് തോന്നുന്നു MSC Kaili ആയിരിക്കും നാളെ വിഴിഞ്ഞം ഇന്റർനാഷണൽ പോർട്ട് ട്രിവാൻഡ്രത്തിലേക്ക് ബർത്ത് ചെയ്യുക. ഏത് ഷിപ്പ് തന്നെയായാലും, അതായത് MSC Kaili ആയാലും MSC
സൂപ്പർ 7 ആയാലും തീർച്ചയായിട്ടും നിങ്ങളുടെ മുന്നിൽ, നമ്മുടെ ഫ്രണ്ട്സിൻ്റെ മുന്നിൽ വീഡിയോ എത്താൻ മാക്സിമം ഞാൻ ശ്രമിക്കുന്നതായിരിക്കും. ഇതാണ് ഈ 2 ഷിപ്പുകളുടെയും അപ്ഡേഷൻ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതോടൊപ്പം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ഫാമിലി മെമ്പറിൽ ഒരു അംഗമായി കഴിഞ്ഞാൽ ഞാനിടുന്ന ഓരോ വീഡിയോയും ആദ്യം തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. താങ്ക് യു ഫ്രണ്ട്സ്.